ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു പെപ്പർ ചിക്കൻ ഫ്രൈ ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഒരു കാര്യം, ഈ റെസിപ്പി കാണുകയാണെങ്കിൽ തീരും വരയ്ക്കും കാണുക. നമ്മൾ ലാസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു അടിപൊളി പെപ്പർ ചിക്കൻ ഫ്രൈ വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റിൽ എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ വലിയ 2 സവാള ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെച്ചു. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചു. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 5 പച്ചമുളകാണ്. അതും ചുവപ്പ് കളറിലുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. ഞാനിവിടെ എടുത്തിരുന്നത് 1.25 കിലോ ചിക്കനാണ്. കറി കട്ട് പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1.25 കിലോ ഭാരം കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ചട്ടിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. കടായിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലൊക്കെ നല്ല പൊടി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വന്നതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല പോലെ സവോളയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവോളയുടെയൊക്കെ നിറമൊക്കെ നല്ല പോലെ ഒന്ന് മാറി ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം, അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരുന്നവരേക്കും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ് കേട്ടോ. 2 മീഡിയം സൈസ് ടൊമാറ്റോ മിക്സറിൻ്റെ ജാറിലിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ടൊമാറ്റോയുടെയും പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ. നല്ല മണവും ടേസ്റ്റുമാണ് നമുക്ക് മല്ലിപ്പൊടി വീട്ടിൽ പൊടിച്ച് കഴിഞ്ഞാൽ. ഞാനത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കനാണ്. മല്ലിപ്പൊടിയുടെയും പച്ചമണമൊക്കെ നല്ല പോലെ മാറി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും മസാലയൊക്കെ നല്ല പോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചിക്കനൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് നമുക്കത് ആദ്യം കുക്ക് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം ഞാനൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവാണ്. 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കടായി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കനൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും ഞാനിത് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും കടായിയൊക്കെ ഒന്ന് ഓപ്പണാക്കി നോക്കി. ഇപ്പോൾ ടോട്ടൽ ഒരു 20-25 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തരിതരിപ്പോടെ പൊടിച്ചെടുത്ത 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 2 ടീസ്പൂൺ സോയ് സോസുമാണ്. ഡാർക്ക് സോയ് സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ സോയ് സോസും പെപ്പർ പൗഡർ നമുക്കൊരു 2 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വളരെ കുറച്ച് എരിവ് മതി, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസും കെച്ചപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കനാണ്. ഇനി നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ഓപ്പൺ പാനിൽ തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വളരെ കുറച്ച് ഓയിൽ മതി ഈ പെപ്പർ ചിക്കൻ ഫ്രൈ ചെയ്യാനും. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണ്. നമ്മുടെ ഒരു ഇൻഡോ ചൈനീസ് 2 ടേസ്റ്റിനും നടുക്ക് നിൽക്കുന്നൊരു രുചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൈഡ് റൈസിനോടൊപ്പം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.